എന്റെ ശ്യാമളേച്ചി മനുഷ്യര് കണ്ട സഹിക്കൂലെന്നേ. കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയാ? എന്തൊക്കെ പണിയാ ചെയ്യിക്കണേന്ന് അറിയാമോ? എന്തൊക്കെ ചെയ്യിക്കും? മുറ്റടിപ്പിക്കും, പാത്രം കഴിക്കും, തുണി അലക്കിക്കും. ആ കുഞ്ഞുവച്ചിനെ കൊണ്ടോ? പിന്നെ അല്ലാതെ. പാവം, അതിനാണെങ്കിൽ സ്കൂളിൽ പോണോന്ന് വലിയ ആഗ്രഹമാ. അപ്പൊ സ്കൂളിൽ വിടണില്ലേ? എവിടുന്നാ ചേച്ചി ഈ പണിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോവാൻ സമയം വേണ്ടേ? ഇതൊന്നും പോരാഞ്ഞിട്ട് ആടിനെ നോക്കണം, പശുവിന് പുല്ല് കൊടുക്കണം. പിന്നെ ഇത്രയും വലിയ ചരുവത്തിലെ കാടിവെള്ളം ചുമന്നോണ്ട് വരും ചേച്ചി. കാണാൻ പറ്റില്ല, ഞാൻ കണ്ണടച്ചിരിക്കും. ഇതൊന്നും ചോദിക്കാനും പറയാൻ ആ വീട്ടിൽ ആരുമില്ല? ഒരാളും ചോദിക്കില്ല ചേച്ചി, അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇനിയിപ്പോ എന്താ ചെയ്യണേ? അതാ എന്റെ ഒരു ടെൻഷൻ. അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണം. എത്ര മണിക്ക്? 8:30. അടുത്ത ആഴ്ച മുതൽ ഞാനും കാണണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെയാ? എന്താ? തിങ്കൾ മുതൽ വെള്ളി വരെ. മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഒരു തിങ്കൾ മുതൽ വെള്ളി വരെ. ഒരു 5 മിനിറ്റ് സമയം കിട്ടിക്കഴിഞ്ഞാൽ സീരിയലിന്റെ കഥയും പറഞ്ഞങ്ങ് ഇരുന്നോളൂ. ഇവിടെ എന്തോരം ജോലികളുണ്ട്, അതൊന്നും ചെയ്യില്ല. എന്നാൽ വാർത്താ പ്രാധാന്യമുള്ള എന്തോരം പരിപാടികൾ ടിവിയിലുണ്ട്, അതൊന്നും കാണില്ല. ഇന്നലെ കണ്ടു സാറേ. എന്തോന്ന്? കൈക്കൂലി മേടിച്ചതിന് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറസ്റ്റ് ചെയ്തിട്ട് പോണു. ശരി ചേച്ചി, ഞാനും കണ്ടായിരുന്നു. എന്തുമാത്രം ചീത്തവിളി അയാളെ പറയണ ആൾക്കാരെന്റെ ഭയങ്കര കൂക്കുവിളിയായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ചെരുപ്പിന്റെ മാലയൊക്കെ ഇട്ടിട്ട് ഞാൻ കണ്ടു. അല്ല മണ്ടോദരി, ഇങ്ങനെയുള്ള തെണ്ടികൾക്ക് അത് തന്നെ വരണം. വേണം, എന്നാലല്ലേ നമുക്കത് കണ്ടിങ്ങനെ ചിരിക്കാൻ പറ്റുള്ളൂ. താൻ എന്തിനാണ് അവിടെ നിന്ന് കിടിച്ചേർന്നത്? എന്ത് വേണം? എന്ത് വേണം? എടാ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താണ് ഇത്ര വലിയ തമാശ? എന്താണ് തമാശ? ഇല്ല സർ, ഇനി ചിരിക്കൂല. ഇനി ചിരിക്കരുത്. പോയിട്ട് 2 ചായ വാങ്ങിച്ചോണ്ട് പോവാ. ആ ഫയലോടെ വെച്ചിട്ട് പോടോ. ശ്യാമള മേഡം, സത്യശീലൻ സാർ വന്നാ? വന്നിട്ടുണ്ട്. അല്ല, സാറ് ഭയങ്കര ചൂടിലാണേ, ഞാനൊന്ന് പോയോട്ടെ. എന്റെ വാലിന് തീ പിടിച്ച പോലെ. എന്നാലും സാറാ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആകെ എല്ലാവരും മുമ്പിൽ ചമ്മി പോയി. ഞാൻ ആളുകളുടെ മുമ്പിൽ ഞാൻ അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയണം? എത്രയോ കാലമായിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് താൻ. അതെ, ഞാനും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്താ തനിക്കൊരു അമാന്തം? ബാങ്കിൽ നിന്ന് കാശ് എടുത്ത് വരാൻ കുറച്ച് വൈകിപ്പോയി, അത്രേ ഉള്ളൂ. അതൊന്നും വേണ്ട. ഇങ്ങനെ പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൈസ കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ ഒപ്പിട്ട് കൊടുക്കും. അല്ലാതെ ഞാനിത് ഒപ്പിട്ട് തന്നിട്ട് എന്റെ പൈസക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കണ്ടേ? അതിന് സൗകര്യമില്ല. സാർ, ഇതൊക്കെ ഒരു വിശ്വാസല്ലേ? പൈസയുടെ കാര്യത്തിൽ അതൊന്നും ഇല്ലപ്പാ. ഒപ്പിട്ടു. ശരി സാറേ, ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പാലത്തിന്റെ വർക്കില്ലേ, അത് കഴിഞ്ഞ ഒന്ന് ബില്ല് ഇത്തിരി ഫാസ്റ്റ് ആക്കി തരണം. പാലത്തിന്റെ അവിടെ കട്ടെ, ആദ്യം ഇത് കൊണ്ടുപോക്കോ. അല്ല സാറേ, അത് കുറച്ച് ഒന്നുമില്ല. പാലത്തിന്റെ അത് കൂടുപോയി. ഇതിലിപ്പോ 15%. അതെ. മറ്റേത് നമ്മള് 5% കൂടും, 20 ആവും. എന്താ സാറേ ഇങ്ങനെ പറയണത്? ഇപ്പൊ തന്നെ ഇത് കമ്മീഷനൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞാൽ കയ്യിലൊന്നും നിൽക്കണില്ല. കയ്യിലൊന്നും നിൽക്കില്ല, ഭയങ്കര കഷ്ടത്തിലാണ് അല്ലേ? അതെ, 20 ആവുമ്പോ കഷ്ടം സാറേ. എന്നാ പിന്നെ കാര്യം ചെയ്യും, പണിയൊക്കെ നിർത്തിട്ട് വേറെ വല്ല പണിക്കുമ്പോ. എന്തിനാണ് ഇതിന്റെ പിന്നാലെ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണത് താൻ? ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല. എനിക്കറിയാണോ ഇതിന്റെ ലാഭമൊക്കെ എത്രയെന്ന്. ഇത് എന്നോട് മാത്രമല്ല, വരുന്നവരോടൊക്കെ ഞാൻ വാങ്ങിക്കും. ഭയങ്കര കഷ്ടമാണ് സാറേ ഇത്. താൻ നാളെ വന്നിട്ട് ചെക്ക് വാങ്ങിച്ച് പൊക്കടോ. ശരി.